ബാർക്കോഴ വിവാദം കനത്തതോടെ ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങിയേക്കുമെന്ന് വിവരം. ഡ്രൈഡേ വേണ്ടെന്നുള്ള സെക്രട്ടറി തല ശുപാർശ സർക്കാർ ഇനി ഗൗരവത്തിൽ പരിഗണിക്കില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായി ബാർ ഉടമ അനിമോന്റെയും ബാർ ഉടമകളുടെ സംഘടനാ നേതാക്കളുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തും. എല്ലാ മാസവും 1-ാം തീയതിയുള്ള ഡ്രൈഡേ ഭീമമായ നഷ്ടം വരുത്തുന്നുവെന്നായിരുന്നു സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തൽ. ബാറുകളുടെ പ്രവർത്തന സമയത്തിലും ഇളവുകൾ വേണമെന്ന് ഉദ്യോഗസ്ഥ തല ശുപാർശയുണ്ടായിരുന്നു. ഇത് പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്ത് നടപ്പാക്കാനായിരുന്നു എക്സൈസ് വകുപ്പിന്റെ ആലോചന. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്കായി അടുത്ത മാസം മന്ത്രി ബാർ ഉടമകൾ അടക്കമുള്ളവരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ കോഴ ആരോപണത്തോടെ ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇനി സർക്കാരിനാവില്ല. മുൻപ് UDF-നെ പ്രതിസന്ധിയിലാക്കിയതിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തിയേക്കും. അതിനാൽ ബാറുകൾക്ക് ഇളവ് നൽകണമെന്ന ആശയം മുന്നോട്ട് വെച്ചാൽ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുയരും. അതുകൊണ്ട് ഇളവുകൾ നൽകാനുള്ള ചിന്ത തൽക്കാലത്തേക്ക് സർക്കാർ ഉപേക്ഷിക്കും. വിവാദത്തിന് പിന്നാലെ ഇളവുകൾ നൽകിയാൽ ഉയർന്നു വന്ന ആരോപണം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് വേഗത്തിൽ കഴിയും. പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാകും വിഷയത്തിൽ അന്വേഷണം നടക്കുക. ജൂൺ 10-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് വിവാദത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശവും സർക്കാർ പോലീസിന് നൽകിയിട്ടുണ്ട്. മദ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്കായി അടുത്ത മാസം മന്ത്രി ബാർ ഉടമകൾ അടക്കമുള്ളവരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കോഴ ആരോപണത്തോടെ ഇതിലൊന്നും തൊടാൻ ഇനി സർക്കാരിനാവില്ല. മുൻപ് UDF-നെ പ്രതിസന്ധിയിലാക്കിയതിന് സമാന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുമെന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. ബാറുകൾക്ക് ഇളവ് നൽകണമെന്ന ആശയം മുന്നോട്ട് വെച്ചാൽ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുയരും. അതുകൊണ്ട് ഇളവുകൾ നൽകാനുള്ള ചിന്ത തൽക്കാലത്തേക്ക് സർക്കാർ ഉപേക്ഷിക്കും. പ്രതിപക്ഷത്തെയും സർക്കാർ ഭയക്കുന്നുണ്ട്. ഇതുകൊണ്ട് കൂടിയാണ് പ്രതിച്ഛായ നിലനിർത്താൻ വിവാദത്തിന്മേൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേഗത്തിൽ പ്രഖ്യാപിച്ചത്. സർക്കാരിന് എതിരായ ഗൂഢാലോചനയുണ്ടെന്ന വാദമാണ് മന്ത്രി തുടക്കത്തിലെ പ്രകടിപ്പിച്ചത്. ജൂൺ 10-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ബാർക്കോഴ വിവാദങ്ങൾക്കിടെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് കുടുംബസമേതം വിയന്നയിൽ സ്വകാര്യ സന്ദർശനത്തിന് പോവുകയാണെന്നുള്ളത് ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന യാത്ര നേരത്തെ തീരുമാനിച്ചതാണ് എന്നാണ് മന്ത്രിയുടെ വാദം. ജൂൺ ആദ്യം മടങ്ങിയെത്തുമെന്നാണ് നിലവിലെ സൂചന. അതേസമയം ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി നൽകിയ പരാതിയിലെ തുടർ നടപടികൾ ഉടൻ തന്നെ തീരുമാനിച്ചേക്കും. അന്വേഷണം ഏത് രീതിയിൽ വേണമെന്നതിലടക്കം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിലപാട് നിർണായകമാണ്. പണപ്പിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നാണ് മന്ത്രി MP രാജേഷിന്റെ ആവശ്യം. വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തുമോ അതല്ല വസ്തുത അന്വേഷണം നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുമോ എന്നതടക്കം നിർണായകമാണ്. പ്രതിപക്ഷം നിലപാട് ഘടിപ്പിച്ച സാഹചര്യത്തിൽ മദ്യനയത്തിൽ സർക്കാർ ഇളവുകൾക്ക് തയ്യാറായേക്കില്ല. ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ഉദ്യോഗസ്ഥതല നിർദ്ദേശവും പരിഗണിക്കാനിടയില്ല എന്നാണ് സൂചന. മദ്യനയത്തിൽ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന പ്രതിരോധവും പുനരാലോചനയുടെ സൂചന തന്നെയാണ്. UDF മന്ത്രിമാരായ KM മാണിയുടെയും K ബാബുവിന്റെയും രാജിയിലെത്തിച്ചത് 2014-ൽ ബിജു രമേശിന്റെ ബാർക്കോഴ ആരോപണങ്ങളാണ്. 418 ബാറുകൾ തുറക്കാൻ മാണി 1 കോടി രൂപ വാങ്ങിയെന്നായിരുന്നു ആദ്യത്തെ വെളിപ്പെടുത്തൽ. സഭ മാണിയുടെ ബജറ്റ് അവതരണം തടഞ്ഞും കൂട്ടയടിയിൽ വരെ കാര്യങ്ങളെത്തി. ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാൻ വേണ്ടി 10 കോടി പിരിച്ചു നൽകിയെന്ന് വീണ്ടും ആരോപണമുയർന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് 2015 നവംബർ 10-ാം തീയതി മാണിയും 2016 ജനുവരി 23-ാം തീയതി ബാബുവും രാജിവെച്ചു. എന്തുതന്നെയാണെങ്കിലും ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രി നൽകിയ പരാതിയിലെ തുടർ നടപടികൾ ഉടൻ തീരുമാനിച്ചേക്കും. അന്വേഷണം ഏത് രീതിയിൽ വേണമെന്നതിലടക്കം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിലപാട് ഏറെ നിർണായകമാണ്. പണപ്പിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് മന്ത്രി MP രാജേഷിന്റെ നിലവിലെ ആവശ്യം. വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തുമോ അതല്ല വസ്തുത അന്വേഷണം നടത്തിയ ശേഷം നടപടികളിലേക്ക് കടക്കുമോ എന്നതടക്കം നിർണായകമാണ്. പ്രതിപക്ഷം നിലപാട് ഘടിപ്പിച്ച സാഹചര്യത്തിൽ മദ്യനയത്തിൽ സർക്കാർ ഇളവുകൾക്ക് തയ്യാറായേക്കില്ല. ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ഉദ്യോഗസ്ഥതല നിർദ്ദേശവും പരിഗണിക്കാൻ ഇടയില്ല. മദ്യനയത്തിൽ പ്രാരംഭ ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന പ്രതിരോധവും പുനരാലോചനയുടെ സൂചന തന്നെയാണ്. കോഴ വിവാദത്തോടെ ബാറുകൾക്ക് ഇളവ് നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയേക്കും. ഡ്രൈഡേ വേണമെന്നുള്ള സെക്രട്ടറി തല ശുപാർശ സർക്കാർ ഇനി ഗൗരവത്തിൽ പരിഗണിക്കുകയുമില്ല. വിവാദങ്ങൾക്കിടയിൽ ഇളവ് നൽകിയാൽ അത് ആരോപണങ്ങൾക്ക് കരുത്തുപകരുമെന്ന ആശങ്കയാണ് സർക്കാരിനും CPM-നും ഇപ്പോൾ ഉള്ളത്.